എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്, നമ്മൾ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ കണ്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വന്ദേമാതരം 8 മിനിറ്റ് നിന്ന് അത് ആലപിച്ചത്. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്ക് 2 വരി മാത്രമാണ് ഉപയോഗിച്ചത്. നെഹ്റു ഉള്ള കാലത്ത് അത് നിർത്തലാക്കിയതാണ്. ബാക്കിയുള്ള ഭാഗം സുപ്രീം കോടതി വരെ ഈ 2 വരി അല്ലാത്തത് നിർബന്ധമല്ല എന്ന് കോടതി ഉത്തരവുണ്ട്. ഇപ്പൊ സംഘപരിവാറും RSSനും അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇന്നത്തെ ഇലമുറിയൻ കോൺഗ്രസ്, അങ്ങനെ തന്നെ പറയാം, നൊണേശൻ കോൺഗ്രസ് സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോൾ അത് 8 മിനിറ്റും അത് നിന്ന് ചെല്ലി. ആ 8 മിനിറ്റ് നിന്ന് ചെല്ലണത് വരെ ഒലക്കക്ക് ചിറ്റിറക്കിയമാതിരി മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തൊപ്പിയിട്ട് ഈ കണ്ട എല്ലാ തങ്ങന്മാരും തമിഴ്നാട്ടുകാരും അതുപോലെ മുസ്ലിം ലീഗിന്റെ MLA മാരും ആ ഗീതം അവിടെ നിന്ന് ആലപിക്കുന്നു. അതെങ്ങാനും പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഏതെങ്കിലും ഒരു സത്യവാദകം ചൊല്ലിക്കൊടുക്കുന്ന ഏതെങ്കിലും വല്ല മന്ത്രിമാരാണ് ഈ ഇത് ഫുള്ള് ചെല്ലുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഈ നാടിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. അത് പത്രത്തിലും മാധ്യമത്തിലും കൊണ്ട് പെരുപ്പിച്ചിട്ട് ഈ ദാവൂദിനെ പോലെ കണ്ട തീവ്രവാദി പച്ചക്ക് നിന്നിട്ട് വർഗീയത വിഷം തുപ്പുന്ന ജമാഅത്ത് ഇസ്ലാമിന്റെ വർഗീയത തുപ്പുന്ന ആ ദാവൂദൊക്കെ എന്തൊക്കെയാണ് ചാനലിൽ പറയാം. ഇപ്പൊ അതിനെ ന്യായീകരിക്കുക ഒന്നുമില്ലാതെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണേ. ഒരു കാലഘട്ടത്തിൽ നോക്കണം. അള്ളാന്റെ നാമത്തിലേനു സത്യപ്രതിജ്ഞ മുസ്ലിം ലീഗ് MLA മാര് ഫുള്ള്. ഇപ്പോ MLA മാർക്ക് ദൈവനാമത്തിലായി. നിങ്ങളൊക്കെ ഇഞ്ഞും മാറും. RSSന്റെയും സംഘപരിവാറിന്റെ ചെരുപ്പ് നക്കികളായിട്ട് ഈ കേരളത്തിലെ UDF-ഉം ലീഗ് നേതാക്കളും മാറും. ഇനി നിങ്ങൾ പലതും ഭയപ്പാകും. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ VD സതീശൻ പറഞ്ഞ എന്താ അറിയോ, ഒരു അരമനന്റെ വാതിൽ മുട്ടാനും ഒരു ഇതിനും ഞാൻ പോവില്ല എന്നാ പറഞ്ഞു. 2 കത്തോലിക്ക സഭ ഒറ്റ വാക്ക് പറഞ്ഞപ്പോ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നേരെ ഒരു കാലിച്ചായം കൂടി കുടിച്ചാതെ പള്ളിയിലച്ചന്മാരെ ചെരുപ്പ് നക്കിയ മുഖ്യമന്ത്രിയാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ഇപ്പൊ തുറമുഖം ഇന്നാക്ക് കൊടുക്കണം എന്ന് പള്ളിന്ന് പറയാം. കൊച്ചി മേയർ ഇന്നാക്ക് കൊടുക്കണം എന്ന് പറയാണ്. തിരുവനന്തപുരം മേയർ ഇന്നാളാകണം, ഇന്നാൾ ഇത്ര സ്ഥാനാർത്ഥിയാണ്, ഇന്നാക്ക് ഇത്ര മന്ത്രിയാണ്. നിങ്ങളാണ് മതേതരത്വം കേരളത്തിൽ വിളമ്പാൻ പോണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പൊ കേന്ദ്രത്തിന്റെ ആ വിദ്യാഭ്യാസ നയം ഒപ്പിടാത്ത 2 സ്റ്റേറ്റേ ഉള്ളൂ, തമിഴ്നാടും കേരളവും. ഇപ്പൊ നോട്ടീസ് വന്നിട്ടുണ്ട്. ലീഗിന്റെ MLA സംസ്കൃതിയും പറയാം. അത് കൂടിയാലോചിച്ചല്ല അതിനൊക്കെ നടത്താം. 1 ഇഞ്ച് മുന്നോട്ട് വന്നാ നിന്ന് കത്തും കേരളങ്ങൾ. നല്ല ഓർമ്മിച്ചോളി. നിങ്ങൾക്ക് നടത്തുമ്പോൾ CPM ഇടതുപക്ഷം നടത്തുമ്പോൾ നിങ്ങൾക്ക് എതിർക്കാം. നിങ്ങൾ ഭരണപക്ഷത്താവുമ്പോൾ ഏത് കണ്ടുചൂണ്ടാനും ഏത് സംഘപരിവാറിന്റെയും RSSന്റെയും ചെരുപ്പ് നക്കുന്ന മന്ത്രിമാരും MLA മാരുമായിട്ട് നിങ്ങൾ മാറിയ ജനം ഈ തെരുവിൽ തന്നെ നിങ്ങളെ ഇതേ സീറ്റ്